കോഴിക്കോട് നിന്ന് ലതീഷ് കൂടി ചേരുന്നുണ്ട്. ലതീഷ്, ഇപ്പോൾ സ്ഥാനാർത്ഥികളൊക്കെ വോട്ടർമാരെ കണ്ട് വോട്ടുറപ്പിക്കുന്ന തിരക്കിലാണ്. ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ, 12 ദിവസങ്ങളാണുള്ളത്. എങ്ങനെയാണ് കോഴിക്കോടുള്ള തെരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ? വടക്കൻ കേരളത്തിലും വേനൽ ചൂടിനെ വെല്ലുന്ന തെരഞ്ഞെടുപ്പ് ചൂടിലാണ് മുന്നണികളെല്ലാം തന്നെ. LDFും UDFും പ്രചാരണത്തിൽ ചുവട് വെച്ച് മുന്നോട്ട് നീങ്ങുകയാണ്. BJP അഥവാ NDA അവരുടെ ശക്തി കേന്ദ്രങ്ങളിൽ മാത്രമാണ് പ്രചാരണ പ്രവർത്തനവുമായി സജീവമായിട്ടുള്ളത്. എന്തായാലും വടക്കൻ കേരളത്തിൽ ഇന്ന് CPIMൻ്റെ ജനറൽ സെക്രട്ടറി MA ബേബി കണ്ണൂർ ജില്ലയിൽ പ്രചാരണത്തിനെത്തി. ഒപ്പം പാലക്കാട് ജില്ലയിൽ LDF പ്രവർത്തകർക്ക് വലിയ ആവേശം പകർന്നുകൊണ്ട് LDF സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി വോട്ടഭ്യർത്ഥിച്ച് മുഖ്യമന്ത്രി LDF റാലികളിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. രാവിലെ മലമ്പുഴയിലാണ് അദ്ദേഹം ആദ്യ റാലിയിൽ പങ്കെടുത്തത്. ഉച്ച കഴിഞ്ഞ് ഒറ്റപ്പാലത്തും ഇപ്പോൾ പട്ടാമ്പിയിലും അത് കഴിഞ്ഞ് തൃത്താലയിലും MP രാജേഷിന് വേണ്ടി തൃത്താലയിലും മുഖ്യമന്ത്രി നേരിട്ട് പ്രചാരണത്തിനെത്തുന്നു. നാളെ മുഖ്യമന്ത്രി മലപ്പുറം ജില്ലയിലെ 4 മണ്ഡലങ്ങളിൽ LDF സ്ഥാനാർത്ഥികൾക്കായി വോട്ടഭ്യർത്ഥിച്ച് LDF റാലികൾ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കും. വലിയ ജനപങ്കാളിത്തമാണ് മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന LDF റാലികളിൽ നമുക്ക് ദൃശ്യമാകുന്നത്. വരും ദിവസങ്ങളിൽ മറ്റ് നേതാക്കളും LDFൻ്റെയും UDFൻ്റെയും നേതാക്കൾ അതത് സ്ഥാനാർത്ഥികൾക്കായി, മുന്നണികളുടെ സ്ഥാനാർത്ഥികൾക്കായി വടക്കൻ കേരളത്തിലേക്ക് തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് സജീവമായി എത്തുകയും ചെയ്യും. എന്തായാലും വടക്കൻ കേരളത്തിൽ കണ്ണൂർ ജില്ലയിൽ മത്സരിക്കുന്ന KK ശൈലജ ടീച്ചർ ഉച്ച കഴിഞ്ഞാണ് പൊതുപര്യടനം നടത്തുന്നത്. പര്യടനം ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ കോഴിക്കോട് പേരാമ്പ്ര മണ്ഡലത്തിൽ മത്സരിക്കുന്ന LDFൻ്റെ സംസ്ഥാന കൺവീനർ കൂടിയായ TP രാമകൃഷ്ണൻ രാവിലെ മുതൽ മണ്ഡല പര്യടനത്തിലാണ്, പൊതുപര്യടനത്തിലാണ്. നൊച്ചാട്, പേരാമ്പ്ര, ചക്കിട്ടപ്പാറ ഗ്രാമപഞ്ചായത്തുകളിലെ സ്വീകരണ കേന്ദ്രങ്ങളിൽ വലിയ ആവേശകരമായ സ്വീകരണമാണ് TP രാമകൃഷ്ണന് ലഭിക്കുന്നത്. മന്ത്രിയും ബേപ്പൂരിലെ LDF സ്ഥാനാർത്ഥിയുമായ PA മുഹമ്മദ് റിയാസ് ഇന്ന് രാമനാട്ടുകര, ഫറോക്ക് മുനിസിപ്പാലിറ്റികളിലെ വിവിധ സ്വീകരണ കേന്ദ്രങ്ങളിലാണ് ഉച്ചകഴിഞ്ഞ് പങ്കെടുക്കുന്നത്. ഉച്ചകഴിഞ്ഞാണ് മുഹമ്മദ് റിയാസിൻ്റെ പൊതുപര്യടനം ക്രമീകരിച്ചിരിക്കുന്നത്. എന്തായാലും ചൂടിനെയെല്ലാം മറികടന്നുകൊണ്ട് പരമാവധി വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ടുറപ്പിക്കുകയാണ് സ്ഥാനാർത്ഥികൾ. പൊതുപര്യടനത്തിൽ തന്നെയാണ് LDFൻ്റെയും UDFൻ്റെയും സ്ഥാനാർത്ഥികൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ഇന്നും നാളെയുമായി LDFൻ്റെ സ്ഥാനാർത്ഥികളുടെ ആദ്യ റൗണ്ട് പൊതുപര്യടനം അവസാനിക്കുകയും ചെയ്യും. അവന്തിക.